ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാളിൽ വെച്ച് SFI പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പല ആളുകളും പോലീസിനെ ന്യായീകരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എന്നാൽ ഇതൊരു മുൻപുണ്ടായ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടി യാതൊരു പ്രകോപനവും കൂടാതെ ഒരാളെ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യം ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. യാതൊരു മുന്നറിയിപ്പ് കൂടാതെ ലാത്തി ചാർജ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ടല്ലോ. ഒരിക്കലും കഴുത്തിലോ തലയിലോ നെഞ്ചിലോ ഒന്നും അടിക്കാൻ പാടില്ല. മുന്നറിയിപ്പ് കൊടുക്കണം. അതിൽ ശിക്ഷാഭാവം അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോലീസ് ഒരിക്കലും പെരുമാറാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും പാലിക്കാതെയാണ് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും കൂടാതെ ഒരു ക്രിമിനൽ സ്വഭാവമാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് മുൻപും അവിടുത്തെ നാട്ടുകാർ തന്നെ വലിയ രീതിയിലുള്ള പരാതി ഇദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർക്കുണ്ട്. കൂട്ടം കൂടി മദ്യപിച്ച് ആളുകൾക്ക് ഭയപ്പെട്ടുകൊണ്ടാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പേടിച്ചുകൊണ്ടാണ് തങ്ങളിവിടെ ജീവിക്കുന്നതെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ വെച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ തീർച്ചയായും പോലീസ് എന്നത് നിയമം കയ്യിലെടുക്കാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് നിയമം നടപ്പിൽ വരുത്താൻ വേണ്ടി ഉള്ള ഉദ്യോഗസ്ഥരാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. അത് പോലീസാണെങ്കിലും ശരി, പട്ടാളമാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ മാത്രമേ കഴിയൂ. അപ്പോൾ പോലീസ് നിയമം കയ്യിലെടുത്തു. അത് കണ്ട് SFIയുടെ കുട്ടികൾ അവരും നിയമം കയ്യിലെടുത്തു. എന്താണെങ്കിലും ഇത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമായൊരു സംഗതിയല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓരോരുത്തരും അങ്ങനെ സ്വന്തം നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താവും നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്.